ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 32 മത്സരങ്ങളാണ് നടക്കുന്നത്. വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പൊ ഏതൊക്കെയായിരുന്നു മത്സരങ്ങൾ? ഫസ്റ്റ് മാച്ച് വന്നിട്ടുള്ളത് സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയയുടെ മാച്ച് ആയിരുന്നു. അതിൽ സ്പെയിൻ 3 ഓസ്ട്രിയ 0 എന്നുള്ള നിലയിലേക്കാണ് ആ മാച്ച് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ ഇവരും കാത്തിരുന്ന ഒരു മാച്ച് ആയിരുന്നു പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യയുടെ മാച്ച്. അതിൽ പോർച്ചുഗൽ 2 ക്രൊയേഷ്യ 1 എന്നുള്ളൊരു സ്കോറിലേക്കാണ് ആ ഒരു മാച്ച് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് അൾജീരിയ. അതിൽ സ്വിറ്റ്സർലാൻഡ് 2 അൾജീരിയ 0 എന്നുള്ള നിലയിലേക്കാണ് ആ ഒരു മാച്ച് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വലിയ നിരാശകൾക്കായാലും സന്തോഷങ്ങൾക്കായാലും വകവെച്ച ഒരു ദിവസം കൂടിയായിരുന്നു, എസ്പെഷ്യലി ഫോർ ക്രൊയേഷ്യ ഫാൻസ്. ലൂക്ക മോഡ്രിച്ചിന്റെ റിട്ടയർമെന്റും കൂടി നടന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അപ്പൊ നമുക്ക് നേരെ മാച്ചസിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് മാച്ച് വരുന്നത് സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ ആണ്. 3-0 ആയിരുന്നു അവരുടെ ഗോൾ റേറ്റ് വരുന്നത്. സ്പെയിൻ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഓസ്ട്രിയയെ മറിച്ചിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ഒയർസബാലിന്റെ ഇരട്ട ഗോളും അതുപോലെ തന്നെ പെഡ്രോ പൊറോയുടെ ഗോളും, അങ്ങനെ 3 ഗോളാണ് അവര് സ്പെയിൻ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അവരുടെ വിജയം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കളി തുടങ്ങുന്നത് തന്നെ നമ്മുടെ സ്പെയിനിന്റെ താരം ലമിൻ യമാലിന്റെ ഒരു മുന്നേറ്റത്തോടു കൂടിയാണ് കളി നടക്കുന്നതെങ്കിലും ഗോൾ അടിക്കുന്നത് ഒയർസബാലും അതുപോലെ തന്നെ പെഡ്രോ പോറയുമാണ് ഗോൾ അടിക്കുന്നത്. 36-ാമത്തെ മിനിറ്റിൽ, അതുപോലെ 66-ാമത്തെ മിനിറ്റിൽ, 89-ാമത്തെ മിനിറ്റിൽ ഈ മിനിറ്റുകളിലായിട്ടായിരുന്നു കളിയുടെ സ്കോർ വരുന്നത്. അപ്പം ലമിൻ യമാലിന് ശേഷം ആര് എന്നുള്ളൊരു ക്വസ്റ്റിന് ഇപ്പൊ ഒരു ആൻസർ ആയിരിക്കണം. ഒയർസബാൽ ഉണ്ട്, സ്പെയിനായിട്ട് കളിക്കാനായിട്ട് ഒയർസബാൽ ഉണ്ട് എന്നുള്ളൊരു ആൻസർ അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിലും നല്ലൊരു മാച്ച് ആയിരുന്നു സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയയുടെ മാച്ച് പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും കാത്തിരുന്ന ഒരു മാച്ച് ആയിരുന്നു പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മാച്ച്. അപ്പൊ പോർച്ചുഗൽ ഈ ഒരു മത്സരത്തിൽ ജയിക്കോ തോൽക്കോ എന്നുള്ളൊരു നിരാശ അല്ലെങ്കിൽ ഒരു ആശങ്കയിൽ എല്ലാവരും ഇരിക്കുമ്പോഴായിരുന്നു പോർച്ചുഗൽ ജയിക്കുന്ന ഒരു സാഹചര്യം വന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ക്രൊയേഷ്യ ഫാൻസിന് നിരാശയ്ക്ക് വകവെക്കുന്ന ഒരു ദിവസമായിട്ട് മാറി. ലൂക്ക മോഡ്രിച്ചിന്റെ റിട്ടയർമെന്റും കൂടി നടന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പം മാച്ചിന്റെ റിവ്യൂ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ 2 ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിക്ക് പ്രതിരോധവും അതുപോലെ അറ്റാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ 2 ടീമും കാഴ്ചവെച്ചെങ്കിലും 2 ടീമിലും ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 53-ാമത്തെ മിനിറ്റിലാണ് ക്രൊയേഷ്യ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. പെർസിക് എന്ന് പറയുന്ന പ്ലെയർ ആണ് ക്രൊയേഷ്യക്ക് വേണ്ടി ഫസ്റ്റ് ഗോൾ നേടിക്കൊടുക്കുന്നത്. അതിനുശേഷം 68-ാമത്തെ മിനിറ്റിലാണ് പെനൽറ്റി വഴി റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. 68-ാമത്തെ മിനിറ്റിൽ ഒരു പെനൽറ്റി വഴിയാണ് ആ ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. അപ്പോൾ ഒരു സമനിലയായിട്ട് മാറുകയും പിന്നെ അതൊരു പെനൽറ്റി ഷൂട്ടൗട്ടായിട്ട് മാറുമെന്ന് വിചാരിച്ച സന്ദർഭത്തിലായിരുന്നു 94-ാമത്തെ മിനിറ്റിൽ റാമോസ് എന്ന് പറയുന്ന പോർച്ചുഗൽ പ്ലെയർ വീണ്ടും ഒരു ഗോള് പോർച്ചുഗലിനായി നേടിക്കൊടുത്ത് അതൊരു 2-1 എന്നുള്ളൊരു സ്കോറിലേക്ക് മാറ്റിയത്. പക്ഷെ ക്രൊയേഷ്യ വീണ്ടും 106-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ അടിച്ചിരുന്നുവെങ്കിലും പക്ഷെ അതൊരു ഓഫ് സൈഡ് ആയിട്ട് മാറുന്ന കാഴ്ചയാണ് വന്നത്. ഒരുപാട് ഗോളുകൾ ഈ ഒരു മത്സരത്തിൽ നേടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഓഫ് സൈഡുകളായിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലീഡ് കിട്ടാൻ സാധിച്ചിരുന്ന ഒരുപാട് ഗോളുകൾ അല്ലെങ്കിൽ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓഫ് സൈഡ് ആയിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മത്സരത്തിലൂടെ നമ്മുടെ റൊണാൾഡോയും സംഘവും പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതിലൂടെ കണ്ടത്. മാത്രമല്ല ഒരുപാട് വിമർശനങ്ങൾക്കെല്ലാം ശേഷം പോർച്ചുഗലിന്റെയും റൊണാൾഡോയുടെയും വമ്പൻ ഒരു തിരിച്ചുവരവ് കൂടി കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു ഇത്. പിന്നെ അടുത്ത മത്സരം വരുന്നത് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് അൾജീരിയ ആണ്. അൾജീരിയ അവരുടെ സ്കോർ റേറ്റ് വരുന്നത് 2-0 ആണ്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സ്വിറ്റ്സർലാൻഡ് വിജയിച്ച ഒരു മാച്ച് കൂടിയായിരുന്നു അത്. അതിന്റെ ഗോളുകൾ വരുന്നത് 10-ാമത്തെ മിനിറ്റിലും 46-ാമത്തെ മിനിറ്റിലും ആണ്. സ്വിറ്റ്സർലാൻഡിന് വേണ്ടി ഗോൾ അടിക്കുന്നത് ബ്രീൽ എംബോളയും അതുപോലെ ഡാൻ എൻഡോയുമാണ് ഗോൾ അടിക്കുന്നത്. ഇതോടുകൂടി സ്വിറ്റ്സർലാൻഡ് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. മാത്രമല്ല ഇനി കൊളംബിയ ഗാന മത്സരങ്ങളിലൂടെ ആരാണ് വിജയിക്കുന്നത് അവരായിരിക്കും ഇനി സ്വിറ്റ്സർലാൻഡ് പ്രീ ക്വാർട്ടറിൽ നേരിടാൻ പോകുന്ന ടീം. മാത്രമല്ല ഇനി പ്രീ ക്വാർട്ടറിലേക്ക് പോർച്ചുഗൽ നേരിടാൻ പോകുന്നത് സ്പെയിനുമായിട്ടാണ്. അപ്പൊ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മാച്ചാണ് ഇനി വരുന്ന പ്രീ ക്വാർട്ടർ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പൊ അതും ഒരു വലിയൊരു ഇത് തന്നെയായിരിക്കും, നല്ലൊരു മത്സരം തന്നെയായിരിക്കും. അപ്പൊ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ 68 വർഷത്തിന് ശേഷമാണ് അവർ ഒരു ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുന്നത്. 1954 അവരുടെ ലാസ്റ്റ് ആയിട്ട് ഒരു ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുന്ന ഒരു മത്സരം വരുന്നതിനെല്ലാം ശേഷം 68 വർഷങ്ങൾക്ക് ശേഷം ആണ് അവർ വീണ്ടും ഈ 2026 ഫിഫ വേൾഡ് കപ്പിൽ ഒരു പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുന്നത്. അതിന്റെ ഒരു വലിയൊരു സന്തോഷത്തിൽ കൂടിയാണ് സ്വിറ്റ്സർലാൻഡ് ആരാധകർ. അപ്പൊ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാച്ചുകളും അവരുടെ സ്കോർ റേറ്റുകളും. അപ്പൊ നാളത്തെ മാച്ചുകളും സ്കോർ റേറ്റുകളും ഏതൊക്കെയാ നോക്കാം. അതെ, ഫസ്റ്റ് മാച്ച് വരുന്നത് ഇന്നാണ്. ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്തിന്റെ മാച്ച് ഇന്ന് നടക്കുന്നുണ്ട്. രാത്രി 11:30 ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്തിന്റെ മാച്ച് നടക്കുന്നത്. അതുപോലെ നാളെ രാവിലെ
അർജന്റീന വേഴ്സസ് കേപ്പ് വെർദയുടെ മാച്ചാണ് നടക്കുന്നത് 3:30 അർജന്റീന ഫാൻസ് അർജന്റീന ഇനി പ്രീ ക്വാർട്ടറിലേക്ക് കയറോ എന്നുള്ള ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 32ലേക്ക് അർജന്റീന മത്സരിക്കുന്ന ഗെയിമാണ് അർജന്റീന വേഴ്സസ് കേപ്പ് വെർദെ രാവിലെ 3:30 പിന്നെ നടക്കുന്നത് 7 മണിക്കാണ് കൊളംബിയ വേഴ്സസ് ഗാനയുടെ മാച്ച് നടക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ മാച്ചസ്. ഇന്ന് ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്തും, നാളെ അർജന്റീന വേഴ്സസ് കേപ്പ് വെർദെ, പിന്നെ കൊളംബിയ വേഴ്സസ് ഗാന, അങ്ങനെയൊക്കെയാണ് നാളത്തെ മാച്ചസ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റേജസിലേക്ക് കടക്കാൻ പോകുന്ന ടീമുകൾ ആരൊക്കെയായിരിക്കും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ നാളത്തെ മാച്ചും അവരുടെ സ്കോർ റേറ്റും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം.